ഹായ് വെൽക്കം ടു പഠിക്കാം. എൻ്റെ പേര് അനന്തു. നമ്മുടെ SSC RRB NTPC എക്സാമുകളുടെ മാത്സിൻ്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണത്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അരിത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഏറ്റവും ബേസിക് ആയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, യൂണിറ്റ് ഡിജിറ്റ്, ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, റിമൈൻഡർ തിയറം, ഡിവിസിബിലിറ്റി റൂൾ, പിന്നെ ബേസിക് ആയ കുറെ ഇക്വേഷൻസും അതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതുവാണ്. 1, 2, 3, 4 എക്സെട്ര എക്സെട്ര. എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? ഇത് എണ്ണൽ സംഖ്യകളാണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഞാൻ എഴുതിയ ആദ്യ നാച്ചുറൽ നമ്പർ 1 ആണ്. ഈ 1ന്റെ കൂടെ വീണ്ടും ഒരു 1 ആഡ് ചെയ്താൽ എനിക്ക് അടുത്ത നമ്പർ കിട്ടി. 2ന്റെ കൂടെ വീണ്ടും ഒരു 1 ആഡ് ചെയ്താൽ എനിക്ക് അടുത്ത നമ്പർ കിട്ടി. അപ്പോൾ ഇത് ഒന്നിൽ തുടങ്ങി ഒന്ന് വീതം കൂടി കൂടി പോകുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ഏതാ? ഞാൻ ഇവിടെ എഴുതിയ ആദ്യ നമ്പർ 1 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ്. ഇനി ഏറ്റവും വലിയ നാച്ചുറൽ നമ്പറോ? അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം ഇവിടുത്തെ എന്ത് നമ്പറിന്റെ കൂടെ വീണ്ടും ഒരു 1 ആഡ് ചെയ്താൽ എനിക്ക് അടുത്ത നമ്പർ കിട്ടും. അതായത് ഇത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ്. ഇവരൊരു പർട്ടിക്കുലർ നമ്പറിൽ വന്ന് ഫിനിഷ് ചെയ്യില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നമ്പർ ഇല്ല. ഞാൻ ഇനി അടുത്ത സെറ്റ് നമ്പർ എഴുതുകയാണ്. 0, 1, 2, 3, 4 എക്സെട്ര എക്സെട്ര. എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? ഇത് 0യിൽ തുടങ്ങുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ്. W എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ഹോൾ നമ്പർ ഏതാണ്? 0 ആണ് ഏറ്റവും ചെറിയ ഹോൾ നമ്പർ. ഇനി ഏറ്റവും വലിയ ഹോൾ നമ്പർ ഏതാ? അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം ഇവിടുത്തെ എന്ത് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത ഹോൾ നമ്പർ കിട്ടും. ഈ നമ്പേഴ്സും ഒരു പർട്ടിക്കുലർ നമ്പറിൽ വന്ന് ഫിനിഷ് ചെയ്യില്ല. ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഹോൾ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നമ്പർ ഇല്ല. ഓക്കെ, ഇനി നോക്ക്. ഞാൻ ഇവിടെ എഴുതിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. എന്നാൽ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല? കാരണം ഇവിടുത്തെ 0 എന്ന് പറയുന്ന ഹോൾ നമ്പർ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. പക്ഷെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സും ഉണ്ട്, 2 കൊണ്ട് ഡിവിസിബിൾ ആകാത്ത നമ്പേഴ്സും ഉണ്ട്. ഏതൊക്കെയാണ് 2 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സ്? 2, അതേപോലെ 4, 6, 8 എക്സെട്ര എക്സെട്ര. ഇങ്ങനെ 2 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 കൊണ്ട് ഡിവിസിബിൾ ആകാത്ത നമ്പേഴ്സ് ഏതാണ്? 1, 3, 5, 7 എക്സെട്ര എക്സെട്ര. ഇങ്ങനെ 2 കൊണ്ട് ഡിവിസിബിൾ ആകാത്ത നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓഡ് നമ്പേഴ്സ്. ഓക്കെ, അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സിന്റെയും അടുത്തടുത്തുള്ള 2 ഓഡ് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് 2 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അടുത്ത സെറ്റ് നമ്പർ എഴുതുവാണ്. 0, 1, 2, 3 എക്സെട്ര എക്സെട്ര. ഇതില് ഈ 0യുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതേപോലെ 0യുടെ ലെഫ്റ്റ് സൈഡിലും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അവര് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് -1, -2, -3 എക്സെട്ര എക്സെട്ര. അപ്പൊ ഈ നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും കൂടി ചേർന്ന് വരുന്ന സെറ്റിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീജേഴ്സ്. ഓക്കെ,
ഞാൻ ഈ ഇൻറ്റീജേഴ്സിനെ 3 പാർട്ടാക്കുവാണ്. സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സും, സീറോയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സും, പിന്നെ സീറോയും. ഓക്കെ, ഈ സീറോയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ പ്രത്യേകത ഇവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഈ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ പ്രത്യേകത ഇവരുടെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് -1 ചെറുതാണ് -2, -2 ചെറുതാണ് -3, -3 വലുതാണ് -1. സീറോ പോസിറ്റീവ് ഇൻറ്റീജറും അല്ല, നെഗറ്റീവ് ഇൻറ്റീജറും അല്ല. ഓക്കെ, ഇനി സീറോയും പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെയും ചേർത്ത് പറയുന്ന പേരാണ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി ചില നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിന് ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം അതേ നമ്പറും മാത്രമേ കാണുള്ളൂ. ഏതൊക്കെയാണ് അങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 എന്ന് പറയുന്ന നമ്പർ എഴുതി. ഏതൊക്കെയാണ് 2വിന്റെ ഫാക്ടേഴ്സ്? 1ഉം 2ഉം മാത്രമാണ് 2വിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അടുത്തത് 11 എന്ന് പറയുന്ന നമ്പർ എഴുതി. ഏതൊക്കെയാണ് 11ന്റെ ഫാക്ടേഴ്സ്? 1ഉം 11ഉം മാത്രമാണ് 11ന്റെ ഫാക്ടേഴ്സ്. 19 എന്ന് പറയുന്ന നമ്പർ എഴുതി. 19ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 19ഉം മാത്രമാണ്. 23 എന്ന് പറയുന്ന നമ്പർ എഴുതി. ഏതൊക്കെയാണ് 23യുടെ ഫാക്ടേഴ്സ്? 1ഉം 23ഉം മാത്രമാണ് 23യുടെ ഫാക്ടേഴ്സ്. ഇപ്പോൾ 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2. അതേപോലെ ഈവൻ നമ്പറായ ഒരേ ഒരു പ്രൈം നമ്പർ 2 ആണ്. ഈ 1 to 100 25 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ അത് 6n + 1 ഫോമിലോ 6n - 1 ഫോമിലോ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്താ ഇതിന്റെ അർത്ഥം? 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിന് തൊട്ട് മുൻപും തൊട്ട് ശേഷവും വരുന്ന നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൽ 5ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾസും വരാം. അങ്ങനെ വരികയാണെങ്കിൽ ആ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് അല്ല. അങ്ങനത്തെ നമ്പേഴ്സും ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. 2ന് ശേഷം 3, 3ക്ക് ശേഷം 5, 5ന് ശേഷം 7. ഓക്കെ, 6ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 6 ആണ്. 6ന് തൊട്ട് മുൻപ് വരുന്ന നമ്പർ 5 ആണ്. 6ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ 7 ആണ്. ഈ 5 എന്ന് പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആണ്. 7ഉം പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഈ 5 6n - 1 ഫോമിൽ കിടക്കുകയാണ്. 7 6n + 1 ഫോമിൽ കിടക്കുകയാണ്. ഇനി 6ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആണ് 12. 12ന് തൊട്ട് മുൻപ് വരുന്ന നമ്പറാണ് 11. 12ന് തൊട്ട് ശേഷം വരുന്ന നമ്പറാണ് 13. ഓക്കെ, 7 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 11, അടുത്തത് 13, അടുത്തത് 17, അടുത്തത് 19. 11 ഒരു പ്രൈം നമ്പർ ആണ്. 13ഉം ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ് 18. 18ന് തൊട്ട് മുൻപ് വരുന്ന നമ്പർ 17, 18ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ 19. 17 ഒരു പ്രൈം നമ്പർ ആണ്. 19ഉം ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ 6n + 1 ഫോമിലോ 6n - 1 ഫോമിലോ ആണെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് ആണ്. പക്ഷെ അങ്ങനത്തെ നമ്പേഴ്സ് അല്ലാതെ ഇതിൽ 5ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾസും വരാൻ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ നമ്പേഴ്സും ഉണ്ട്. അതായത് 6ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 24. 24ന് തൊട്ട് മുൻപ് വരുന്ന നമ്പർ 23 ആണ്. 24ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ 25 ആണ്. ഓക്കെ, 19ന് ശേഷം വരുന്ന പ്രൈം നമ്പർ ആണ് 23. 23ക്ക് ശേഷം 29. ഈ 23 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 25 ഒരു പ്രൈം നമ്പർ അല്ല. ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ,
അപ്പൊ 25 ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷെ ഈ 25 6n+1 ഫോമിൽ കിടക്കുന്ന നമ്പർ ആണ്. അതേപോലെ 6ന്റെ വേറൊരു മൾട്ടിപ്പിൾ ആണ് 36. ഈ 36ന് തൊട്ട് മുൻപ് വരുന്ന നമ്പർ 35 ആണ്. 36ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ 37 ആണ്. 37 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 35 ഒരു പ്രൈം നമ്പർ അല്ല. ഇത് 5ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ ആണ്. ഈ 35 എന്ന് പറയുന്ന നമ്പർ 6n-1 ഫോമിൽ കിടക്കുന്ന നമ്പർ ആണ്. അതേപോലെ 6ന്റെ വേറൊരു മൾട്ടിപ്പിൾ ആണ് 48. 48ന് തൊട്ട് മുൻപ് വരുന്ന നമ്പർ 47. 48ന് തൊട്ട് ശേഷം വരുന്ന നമ്പർ 49. ഈ 47 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 49 ഒരു പ്രൈം നമ്പർ അല്ല. ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ 49 6n+1 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോ 6n-1 ഫോമിലോ 6n+1 ഫോമിലോ കിടക്കുന്ന നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആണ്. അതില് 5ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് അല്ല. അങ്ങനത്തെ നമ്പേഴ്സും ഉണ്ട്. ഇനി തരുന്നത് ഒരു വലിയ നമ്പർ ആണല്ലോ. കുറച്ചുകൂടെ വലിയ നമ്പർ തരികയാണെങ്കിൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 137 എന്ന് പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റെപ്പ് 1, 137 കഴിഞ്ഞ് 137 തൊട്ടടുത്തായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. 137 കഴിഞ്ഞ് 137 തൊട്ടടുത്തായിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 144 ആണ്. ഓക്കെ. സ്റ്റെപ്പ് 2, ഈ 144 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. 144 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 12ന്റെ സ്ക്വയർ ആണ്. ഇനി ഈ 12ന് മുൻപ് വരുന്ന ഏതൊരു പ്രൈം നമ്പർ കൊണ്ടും 137 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ 137 ഒരു പ്രൈം നമ്പർ അല്ല. പകരം 12ന് തൊട്ട് മുൻപ് വരുന്ന ഏതൊരു പ്രൈം നമ്പർ കൊണ്ടും 137 ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 137 ഒരു പ്രൈം നമ്പർ ആണ്. 12ന് തൊട്ട് മുൻപ് വരുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 7, 5, 3, 2. ഓക്കെ. 11 കൊണ്ട് 137 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 7 കൊണ്ട് പറ്റുമോ? 7 കൊണ്ടും പറ്റത്തില്ല. 5 കൊണ്ട് ഒട്ടും പറ്റത്തില്ല. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ടും പറ്റത്തില്ല. 2 കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് ഒന്നുകൊണ്ടും 137 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 137 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമ്മളിങ്ങനെ സ്ക്വയർ ഐഡന്റിഫൈ ചെയ്ത് അത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ നമ്പറും ഒരു പ്രൈം നമ്പർ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ കൊണ്ടും 137 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെ പറ്റിയാൽ 137 ഒരു പ്രൈം നമ്പർ അല്ല. പറ്റിയില്ലെങ്കിൽ 137 ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ. ഇനി അപ്പോൾ രണ്ട് നമ്പേഴ്സ് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സോ? അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ 4 എന്ന് പറയുന്ന നമ്പർ, 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4. 8 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെയാണ്? 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 8. 9 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെയാണ്? 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9. ഈ നമ്പേഴ്സിനെല്ലാം രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ആണ് 4. അതേപോലെ ഓഡ് നമ്പറായ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ആണ് 9. ഞാൻ ഈ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ഒന്നുകൂടി എഴുതുവാണ്. പ്രൈം നമ്പേഴ്സ്. ഓക്കെ. പ്രൈം നമ്പേഴ്സ് 2 എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് 1ഉം 2 ആണ്. 3 എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ഫാക്ടർ 1ഉം 3ഉം ആണ്. 7ന്റെ ഫാക്ടർ 1ഉം 7ഉം ആണ്. 11ന്റെ ഫാക്ടർ 1ഉം 11ഉം ആണ്. അപ്പൊ ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിലും പ്രൈം നമ്പേഴ്സിലും ഏതൊരു നമ്പറിനും ഫാക്ടർ ആയിട്ട് വരുന്നത് ഏതൊക്കെ നമ്പറാണ്? 1 എന്ന് പറയുന്ന നമ്പർ
എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആണ്. ഓക്കെ, അതുപോലെ അതേ നമ്പറും എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആണ്. കണ്ടോ? അപ്പൊ എന്ത് മനസ്സിലായി? 1ഉം അതേ നമ്പറും എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആയിരിക്കും. 1ഉം അതേ നമ്പറും എല്ലാ നമ്പറിനും ഫാക്ടർ ആയിരിക്കും. അതിന് കോമ്പോസിറ്റ് നമ്പർ ആയാലും പ്രൈം നമ്പർ ആയാലും ആ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് 1ഉം അതേ നമ്പറും കാണും. ഓക്കെ, ഇനി ഞാൻ അടുത്ത സെറ്റ് നമ്പർ എടുക്കുവാണ്. 2, 3. 2വിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. 3യുടെ ഫാക്ടേഴ്സോ 1ഉം 3ഉം. ഓക്കെ, ഇനി 4ഉം 9ഉം. 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം. 9ന്റെ ഫാക്ടേഴ്സോ 1ഉം 3ഉം 9ഉം. ഇനി 4ഉം 5ഉം. 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം. 5ന്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം. ഓക്കെ, ഈ നമ്പേഴ്സിന്റെ എല്ലാം പ്രത്യേകത എന്താ? ഈ രണ്ട് നമ്പേഴ്സിലും 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. 4ന്റെയും 9ന്റെയും കേസ് എടുത്താലും 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. 4ന്റെയും 5ന്റെയും കേസ് എടുത്താലും 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിന് കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രം വരുന്ന നമ്പേഴ്സ്. അതായത് HCF 1 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോപ്രൈം നമ്പേഴ്സ്. അപ്പൊ എന്താണ് കോപ്രൈം നമ്പേഴ്സ്? HCF 1 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ 1 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കോപ്രൈം നമ്പേഴ്സിന്റെ സെറ്റില് ഈ 2ഉം 3ഉം എടുത്താൽ 2ഉം 3ഉം ഒരു പ്രൈം നമ്പർ ആണ്. 4ഉം 9ഉം എടുത്താൽ 4ഉം 9ഉം കോമ്പോസിറ്റ് നമ്പർ ആണ്. 4ഉം 5ഉം എടുത്താൽ 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ഈ കോപ്രൈം നമ്പേഴ്സിന്റെ കേസ് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് വരാം, രണ്ട് നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് വരാം, ഒരു നമ്പർ കോമ്പോസിറ്റ് നമ്പറും ഒരു നമ്പർ പ്രൈം നമ്പറും വരാം. എന്ത് തന്നെയാണെങ്കിലും കണ്ടീഷൻ ഇതാണ്, കോമൺ ഫാക്ടർ 1 മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ HCF 1 മാത്രമേ പാടുള്ളൂ. ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ഇനി അടുത്തതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ഞാനിവിടെ 1/2 എന്ന് പറയുന്നൊരു ഫ്രാക്ഷൻ എഴുതി. ഈ നമ്പർ P/Q ഫോമിൽ കിടക്കുന്ന നമ്പറാണ്. ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ P/Q ഫോമിൽ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ഉണ്ട്, പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. എന്താണ് ഇൻറ്റീജേഴ്സ്? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും കൂടി ചേർന്ന് വരുന്ന സെറ്റിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ക്യൂ 0 ആകാൻ പാടില്ല. ക്യൂ 0 ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ P/Q ഫോമിൽ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം, ക്യൂ 0ക്ക് ഈക്വൽ ആകാൻ പാടില്ല. ഏതൊക്കെയാണ് റാഷണൽ നമ്പർ? ഇപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ ഇതൊരു റാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ട്? 1നെ 1/1 എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഇത് P/Q ഫോമിലാണ് കിടക്കുന്നത്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആണ്, ക്യൂ 0 അല്ല. ഇനി -3 എന്ന് പറയുന്ന നമ്പർ ഇതൊരു റാഷണൽ നമ്പർ ആണോ? ആണ്. എന്തുകൊണ്ട്? -3യെ എനിക്ക് -3/1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതും ഈ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 0 ഒരു റാഷണൽ നമ്പർ ആണോ? 0 ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം 0യെ എനിക്ക് 0/1 എന്ന് എഴുതാനായിട്ട് പറ്റും. ന്യൂമറേറ്റർ 0 വരാം, ഡിനോമിനേറ്റർ 0 വന്നാലാണ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. 3/4 ഇതൊരു റാഷണൽ നമ്പർ ആണോ? ഇതും ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി
0.35 എന്ന് പറയുന്ന നമ്പർ ഇതൊരു റാഷണൽ നമ്പർ ആണോ? ഇതും ഒരു റാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ട്? 0.35നെ എനിക്ക് 35/100 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഈ 0.35 എന്ന് പറയുന്ന നമ്പറിനെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ? ഡെസിമൽ പ്ലേസിന് ശേഷം നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. ഈ രണ്ട് നമ്പേഴ്സിൽ 0.35ന്റെ കേസിൽ ഈ രണ്ട് നമ്പേഴ്സിൽ ഇത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പം 0.2 ഇതിന്റെ കേസോ ഇതൊരു റാഷണൽ നമ്പർ ആണ്. 0.2നെ എനിക്ക് 2/10 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് മനസ്സിലായി? ടെർമിനേറ്റിംഗ് ഡെസിമൽസും റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ p/q ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് ആയിരിക്കണം. 2 0ക്ക് ഈക്വൽ ആകാൻ പാടില്ല. ടെർമിനേറ്റിംഗ് ഡെസിമൽസും റാഷണൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 0.222 എക്സെട്ര ഇതൊരു റാഷണൽ നമ്പർ ആണോ? ഇതൊരു റാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ട് ഇത് റാഷണൽ നമ്പർ ആണ്? ഈ 2 തന്നെയാണ് ഇനി ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ നമ്പറിൽ വന്ന് ഫിനിഷ് ചെയ്യില്ല. ഇത് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. 2 എന്ന് പറഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുമ്പോൾ ഈ 2 തന്നെ ഇനി റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു നമ്പറിൽ വന്ന് ഫിനിഷ് ചെയ്യില്ല. റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ 2 തന്നെയാണ് ഇവിടെയും ഇനിയും വരാൻ പോകുന്നത്. അതേപോലെ ഇപ്പം 0.14 എക്സെട്ര ഇതും നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് റിപ്പീറ്റഡ് പാറ്റേൺ ആണ്. അതും റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് റാഷണൽ നമ്പർ? p/q ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് ആയിരിക്കണം. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. q 0ക്ക് ഈക്വൽ ആകാൻ പാടില്ല. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് റാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് റിപ്പീറ്റഡ് പാറ്റേണും റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം √2ന്റെ വാല്യൂ √2 എന്താണ്? √2ന്റെ വാല്യൂ 1.414213 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന നമ്പറാണ് √2. ഇതിന്റെ പ്രത്യേകത എന്താ? ഡെസിമലിന് ശേഷം ഒരു പർട്ടിക്കുലർ നമ്പർ വന്നത് ഫിനിഷ് ചെയ്യില്ല. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 3ക്ക് ശേഷം പിന്നെ 5 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് നോൺ റിപ്പീറ്റഡ് പാറ്റേൺ ഉള്ള നമ്പേഴ്സിനെ ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഇറാഷണൽ നമ്പറിന് വേറെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം പൈയുടെ വാല്യൂ എന്താണ്? 3.1415 എക്സെട്ര എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഈ പൈയുടെ കേസിൽ ഇനി ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പർ, ഇനി ഇവിടെ വരാൻ പോകുന്ന നമ്പർ 9265 എക്സെട്ര എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് നോൺ റിപ്പീറ്റഡ് പാറ്റേൺ ആണെങ്കിൽ അതെന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അപ്പോൾ p/q ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പർ ആണ്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. q 0ക്ക് ഈക്വൽ ആകാൻ പാടില്ല. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് റാഷണൽ നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ വിത്ത് റിപ്പീറ്റഡ് പാറ്റേണും റാഷണൽ നമ്പർ ആണ്. പക്ഷേ നോൺ ടെർമിനേറ്റഡ് ഡെസിമൽ വിത്ത് നോൺ റിപ്പീറ്റഡ് പാറ്റേൺ ഉള്ള നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത വീഡിയോയിൽ ബാക്കി ടോപ്പിക്കുകളുമായിട്ട് അതിനകത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.